അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക തിരുമേനിയെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തവർക്കും പ്രവാചകൻ്റെ അനുചരന്മാരെ കൊന്നു തള്ളിയവർക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപമാനിച്ചവർക്കുമൊക്കെ അദ്ദേഹം മാപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട് പരലോകത്ത്. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ ജനങ്ങൾ ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞിരിക്കുന്ന റബ്ബേ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഖുർആൻ അർത്ഥസഹിതം പഠിച്ച് ഉറ്റാലോചിച്ച് മുന്നോട്ട് പോകാത്തവരെ കുറിച്ചാണ് ഈ പ്രയോഗം എന്നാണ്. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ ആശയതലത്തിലുള്ള പഠനം എന്നത് ഒരു ഫർള് ഐനായ കാര്യമാണ്. ആ ഫർള് ഐനായ കാര്യം നിർവഹിക്കാൻ നമുക്ക് വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പഠന സെഷനുകളുണ്ട്. അങ്ങനെ പലതുമുണ്ട്. പക്ഷേ പലരും ഇത് ഉപയോഗിക്കുകയോ ഇതിലേക്ക് എത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു 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 സങ്കടകരമായ കാര്യമാണ്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞൊരു 5-8 വർഷങ്ങൾക്ക് മുൻപ് പീസ് റേഡിയോ ആരംഭിച്ച അന്നൂർ ഖുർആൻ പഠന പദ്ധതി ശരിയായ സ്രോതസ്സിൽ നിന്ന് നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള നല്ലൊരു സൗകര്യമാണ്. നിലവിൽ വിശുദ്ധ ഖുർആനിലെ 168 വചനങ്ങൾ 13 മൊഡ്യൂളുകളിലായി 448 ക്ലാസ്സുകളിലായി ആയിരക്കണക്കിന് ആളുകൾ പഠിച്ചു. ലോകത്തെ 75 രാഷ്ട്രങ്ങളിലെ പഠിതാക്കൾ, മലയാളികൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ നോക്കൂ, ഈ മുഴുവൻ മൊഡ്യൂളും മുഴുവൻ ക്ലാസ്സും ഒരു തവണ അറ്റൻഡ് ചെയ്ത വ്യക്തികൾ 8840 സെക്കൻഡ് ഖുർആൻ പഠനത്തിലായിരുന്നു. അവർ നാളെ പരലോകത്ത് ഈ ജനങ്ങൾ എൻ്റെ ഖുർആനിനെ തള്ളിക്കളഞ്ഞു എന്ന പരാതിക്കാരിൽ, അള്ളാഹുവിൻ്റെ റസൂൽ ആക്ഷേപിക്കുന്നവരിൽ അവർ പെടില്ല എന്ന് നമുക്ക് ബാഹ്യമായി ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഉറപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് 14ാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഖുർആൻ്റെ ഒരു പ്രത്യേകത എവിടെ വെച്ച് വേണമെങ്കിലും പഠനം തുടങ്ങാമെന്നുള്ളതാണ്. ഇൻഷാ അള്ളാഹ് ഈ 16-ാം തീയതി തിങ്കളാഴ്ച മുതൽ അന്നൂറിൻ്റെ 13ാം മൊഡ്യൂളിൻ്റെ ആരംഭമാണ്. ഔദ്യോഗിക ആരംഭമല്ല, അത് ഒരു 2-3 പഴയ ക്ലാസ്സുകൾ പ്ലേ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ക്ലാസ് തുടങ്ങുന്നത്. അതിനുള്ളൊരു കാരണം മറ്റൊന്നുമല്ല, അന്നൂർ ഒരു കോഴ്സായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് കൃത്യമായ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. പീസ് റേഡിയോ ആപ്പിൽ കയറി നമുക്കതിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ പല ഘട്ടങ്ങളിലായി പഠിതാക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള കുറേ മാറ്റങ്ങൾ നമ്മളിപ്പോൾ ആ ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ആ പോർട്ടലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ പോർട്ടൽ ഒന്ന് പരിചയപ്പെടണം. ആദ്യത്തെ ഒരു വീക്ക് ആ പരിചയപ്പെടലാണ്. ആ പരിചയപ്പെടലിൽ ഉള്ള കൺഫ്യൂഷനുകളൊക്കെ തീർക്കും. ഈ ശനിയും ഞായറും ഇൻഷാ അള്ളാഹ് 24 hours നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് തന്നെ തുറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രജിസ്ട്രേഷൻ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു 14ാമത്തെ മൊഡ്യൂൾ മുതൽക്ക് യാത്ര തുടങ്ങണം. ആഴ്ചയിൽ 3 ക്ലാസ്സാണ്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ 20 മിനിറ്റ് വീതമുള്ള ക്ലാസ്സാണ്. ഇപ്പോൾ വേണമെങ്കിൽ ക്ലാസ് സ്പീഡ് കൂട്ടി കേൾക്കാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല, പഴയ ക്ലാസ്സുകൾ മുഴുവൻ ഒരു തലക്കെന്ന് കേട്ട് തീർക്കാവുന്ന വിധം ക്രമീകരണമുണ്ട്. മുമ്പാണെങ്കിൽ ക്ലാസ് കേൾക്കൽ മാത്രമേ നടക്കുമായിരുന്നുള്ളൂ. ഇപ്പോഴുള്ളൊരു പ്രത്യേകത, നമുക്ക് ക്ലാസ്സും കേൾക്കാം, അതിൻ്റെ കൂടെ പരീക്ഷയും എഴുതാം. അപ്പോൾ പഴയ മൊഡ്യൂളുകൾ മുഴുവൻ പൂർത്തിയാക്കാം, പുതിയ മൊഡ്യൂളിൻ്റെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ റാങ്ക് ഹോൾഡേഴ്സിനുള്ള വൈവയിൽ പങ്കെടുത്തിരുന്നു. ഇൻഷാ അല്ലാഹ് പീസ് റേഡിയോ ആ വൈവ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. 67 വയസ്സ് പ്രായമുള്ള മെഹറുന്നിസത്ത് മുതൽ ഡോക്ടർ CL അബ്ദുറഹ്മാൻ, അതേപോലെ നമ്മുടെ പീസ് റേഡിയോയിൽ തന്നെ ക്ലാസ്സുകളൊക്കെ നയിക്കുന്ന ആദരണീയനായ അഷ്റഫ് സലഫി അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഞാനത് കേൾക്കാറെന്ന് CL അബ്ദുറഹ്മാൻ സാറ് പറയണ്ടായി. പലരും ജോലി സ്ഥലത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കൂലിവേല ചെയ്യുന്ന ആളുകൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കേൾക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചവർക്ക് സൗകര്യമുണ്ട്. നിങ്ങളെ ക്ലാസ് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കണ ഒരു അബ്ദുൽ ജബ്ബാർ മദീനി ഇവിടെ ശൈലി ഒരു നീട്ടി ഈണത്തിൽ ഇങ്ങനെ പറയുന്നൊരു ശൈലിയല്ല. അപ്പം അങ്ങനെ തന്നെ കേട്ട് ശീലിച്ച ആളുകൾക്ക് ചിലപ്പോൾ ആദ്യഘട്ടത്തിലൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ 10 ക്ലാസ് നിങ്ങൾ കേട്ടതിൻ്റെ ശേഷം നിങ്ങൾ പറയൂ, 10 ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഒഴിവാക്കാൻ കഴിയില്ല. അത്രയും വൈജ്ഞാനികമായ 7-8 തഫ്സീറുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ തിങ്കളിന് നമ്മൾ ആരംഭിക്കും. ആദ്യത്തെ ഒരു വീക്ക് പഴയ 3 ക്ലാസ്സുകളായിരിക്കും. ടെക്നിക്കൽ പ്ലാറ്റ്ഫോം നമ്മുടെ രജിസ്ട്രേഷനൊക്കെ പൂർത്തീകരിച്ച് നമ്മൾ അതിലെ ഓപ്ഷനുകളൊക്കെ പരിചയപ്പെട്ട് അതിൻ്റെ ശേഷം അടുത്ത തിങ്കൾ മുതൽ
നമ്മൾ ഫ്രഷായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെയുള്ള ടെക്സ്റ്റ് ശരിക്കും വായിക്കുക. നിങ്ങളുടെ പ്രേരണ കൊണ്ട് കുറച്ച് ആളുകൾ ഖുർആൻ പഠനത്തിലേക്ക് വരട്ടെ. അങ്ങനെ ഒരു ചിട്ടയുള്ള ഖുർആൻ പഠനത്തിന് നമുക്ക് സന്നദ്ധമാകാൻ കഴിയണം. നാളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ ഈ ഖുർആനിനെ അവഗണിച്ചു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പിക്കാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.